2024 ഓഗസ്റ്റ് 4 ഞായർ. ഇന്ന് 1199 കർക്കിടകം 20. വാർത്തകൾ വായിക്കുന്നത് ജി രവി. പുനരധിവാസം നടപടികളുമായി സർക്കാർ. സുരക്ഷിത സ്ഥലത്ത് ടൗൺഷിപ്പ് നിർമ്മിക്കും. ഏകോപനത്തിന് ഹെൽപ്പ് ഫോർ വയനാട് സെൽ. ജീവിതം പാതി വഴിയിൽ നിലച്ചുപോയ മുണ്ടക്കയിലെയും ചൂരൽമലയിലെയും നാട്ടുകാരെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സർക്കാർ പുനരധിവാസ പദ്ധതികൾ പ്രഖ്യാപിച്ചു. ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരെ സുരക്ഷിതമായ മറ്റൊരു പ്രദേശം കണ്ടെത്തി ടൗൺഷിപ്പ് നിർമ്മിച്ച് പുനരധിവസിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. വേഗത്തിൽ പദ്ധതി പൂർത്തിയാക്കും. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്ക് പുറമെ സ്ഥലം നൽകാനും വീട് നിർമ്മിച്ചു നൽകാനുമുള്ള വാഗ്ദാനങ്ങൾ പല മേഖലകളിൽ നിന്ന് വരുന്നുണ്ട്. ഈ പ്രവർത്തനം ഏകോപിപ്പിക്കാൻ ഹെൽപ്പ് ഫോർ വയനാട് സെൽ രൂപീകരിക്കും. ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സംഭാവനകൾ ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്നതിന് ധനവകുപ്പിൽ ഉദ്യോഗസ്ഥർക്ക് പ്രത്യേക ചുമതല നൽകും. മരിച്ചവരുടെ ആശ്രിതർക്ക് ആശ്വാസ ധനസഹായം നൽകുന്നതിന് സംസ്ഥാന ദുരന്ത നിവാരണ പ്രതികരണ നിധിയിൽ നിന്ന് വയനാട് കലക്ടർക്ക് 4 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളിലെ 2 റേഷൻ കടകളിലെ ഗുണഭോക്താക്കൾക്ക് ഓഗസ്റ്റിലെ റേഷൻ വിഹിതം സൗജന്യമായി നൽകുമെന്ന് മന്ത്രി GR അനിൽ പറഞ്ഞു. ദുരന്ത ഭൂമിയിൽ നിന്ന് കണ്ടെത്തിയ മൃതദേഹ അവശിഷ്ടങ്ങൾ പ്രത്യേകമായി സംസ്കരിക്കുമെന്ന് മന്ത്രി K രാജൻ പറഞ്ഞു. തിരിച്ചറിയാൻ കഴിയാത്ത മൃതദേഹങ്ങളുടെയും ശരീരഭാഗങ്ങളുടെയും സാമ്പിളുകൾ ശേഖരിച്ച് DNA പ്രൊഫൈൽ ലൈബ്രറി തയ്യാറാക്കും. കുഴിമാടങ്ങളിൽ DNA നമ്പർ പ്രദർശിപ്പിക്കും. ശരീരഭാഗങ്ങൾ സംസ്കരിക്കാൻ റവന്യൂ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ വിവിധ ഇടങ്ങളിലായി 9 ഏക്കർ പ്രത്യേകമായി കണ്ടെത്തിയിട്ടുണ്ട്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 219 ഉയർന്നു. ഇതിൽ 98 പേർ പുരുഷന്മാരും 90 സ്ത്രീകളും 31 കുട്ടികളുമാണുള്ളത്. 152 മൃതദേഹങ്ങൾ ബന്ധുക്കൾ തിരിച്ചറിഞ്ഞു. 147 ശരീരഭാഗങ്ങളും കണ്ടെത്തി. 217 മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്തു. ദുരന്ത പ്രദേശത്തു നിന്ന് 518 പേരെയാണ് ആശുപത്രിയിലെത്തിച്ചത്. നിലവിൽ 88 പേർ ചികിത്സയിൽ തുടരുകയാണ്. ഇന്നലെ 4 മൃതദേഹങ്ങൾ കൂടി കിട്ടി. ഇതിൽ ചാലിയാറിൽ നിന്നാണ് 3 എണ്ണം. 13 ശരീരഭാഗങ്ങളും കിട്ടി. 119 മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകി. പുനരധിവാസം വീടുകളുടെ നിലവാരം ഉറപ്പാക്കും. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കാൻ നിർമ്മിക്കുന്ന വീടുകൾക്ക് സർക്കാർ പ്രത്യേക ഗുണനിലവാര മാനദണ്ഡം നിശ്ചയിക്കും. സുനാമി ദുരിതബാധിതർക്കായി ചിലർ നിർമ്മിച്ച വീടുകൾ പെട്ടെന്ന് വാസയോഗ്യമല്ലാതാവുകയും അറ്റകുറ്റപ്പണി നടക്കാതിരിക്കുകയും ചെയ്തതിനാലാണ് ഗുണനിലവാരം ഉറപ്പാക്കുന്നത്. ഉറ്റവരെല്ലാം നഷ്ടമായ കുട്ടികളെ ദത്തു നൽകുന്നതിന് കർശന വ്യവസ്ഥകളുള്ളതിനാൽ സ്പോൺസർഷിപ്പ് രീതി ആലോചിക്കും. മുതിരും വരെ താമസിക്കാനും പഠിക്കാനുമായി പ്രത്യേക പാക്കേജ് ഉണ്ടാകും. ഇതുൾപ്പെടെ പുനരധിവാസ പാക്കേജ് സംബന്ധിച്ച ചർച്ചകൾ സർക്കാർ തുടങ്ങിവെച്ചു. 600-ലേറെ വീടുകൾ നിർമ്മിച്ചു നൽകാനുള്ള വാഗ്ദാനമാണ് ദുരന്തമുണ്ടായി 5 ദിവസത്തിനകം സർക്കാരിന് ലഭിച്ചത്. സർക്കാർ സ്ഥലം ലഭ്യമാക്കണം. 1 അതിലധികമോ ടൗൺഷിപ്പാണ് ആലോചനയിലുള്ളത്. ഇക്കാര്യത്തിൽ ദുരന്തബാധിതരുടെ അഭിപ്രായവും സാഹചര്യവും കൂടി പരിഗണിക്കും. സ്ഥലം കണ്ടെത്താൻ വയനാട് കലക്ടറോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. വീടിനുള്ള വാഗ്ദാനങ്ങൾ പ്രത്യേക സെൽ പരിശോധിച്ച ശേഷം സർക്കാരിന് റിപ്പോർട്ട് നൽകും. രൂപകൽപ്പന ഏത് രീതിയിലായാലും എല്ലാ വീടുകൾക്കും ഒരേ ഗുണനിലവാര മാനദണ്ഡമുണ്ടാകും. ഇത് പാലിക്കപ്പെടുന്നുണ്ടോ എന്നറിയാൻ എഞ്ചിനീയർ സംഘത്തെ ചുമതലപ്പെടുത്തും. ദുരന്തബാധിത മേഖലയിൽ 318 കെട്ടിടങ്ങൾ അടയാളപ്പെടുത്തിയ സ്കെച്ച് സർക്കാരിൻ്റെ കയ്യിലുണ്ട്. എന്നാൽ ഈ കെട്ടിടങ്ങളുടെ കൃത്യമായ സ്ഥാനം അറിയില്ല. ഈ സാഹചര്യത്തിൽ റവന്യൂ വകുപ്പ് സമ്പൂർണ്ണ റീസർവേ നടത്തും. ശാസ്ത്രീയ പഠനവും ഉണ്ടാകും. ഇതിനുശേഷം സ്ഥലം അവകാശികൾക്ക് തിരിച്ചു കൊടുക്കുന്നതിൽ തീരുമാനമെടുക്കും. ഒരു വീട്ടിലെ എല്ലാവരും മരിച്ച കേസുകളുണ്ട്. നഷ്ടപരിഹാരവും പുനരധിവാസവും ശരിയായ അവകാശിയിലേക്ക് എത്തുന്നതിന് അനന്തരാവകാശികളെ പ്രത്യേക ഉത്തരവിലൂടെ നിർണ്ണയിക്കും. കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ ആശ്രിതർക്ക് നഷ്ടപരിഹാരം നൽകാനായി ആരാണ് അനന്തരാവകാശി എന്നതിന് പ്രത്യേക ഉത്തരവിറക്കിയിരുന്നു. ഈ മാതൃക പിന്തുടർന്നേക്കും. 2 ദിവസത്തിനകം ഉത്തരവുണ്ടാകും. വീടുകളിലും സ്ഥാപനങ്ങളിലും സൂക്ഷിച്ചിരുന്ന വിലപ്പെട്ട രേഖകൾ നഷ്ടപ്പെട്ടവർക്കെല്ലാം പകരം രേഖകൾ നൽകും. പ്രളയകാലത്തതുപോലെ പൊതു അദാലത്തിൽ അപേക്ഷ വാങ്ങിയാകും രേഖകൾ നൽകുക. രക്ഷപ്പെട്ടവരിൽ മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടവർക്ക് പകരം ഫോൺ നൽകാൻ സംവിധാനമായിട്ടുണ്ട്. എന്നാൽ സിം കാർഡ് എടുക്കാൻ ആധാർ കാർഡ് നൽകേണ്ടി വരും. ആധാർ ലഭിക്കാൻ സമയമെടുക്കുമെന്നതിനാൽ വിരലടയാളം തെളിവാക്കി ഡ്യൂപ്ലിക്കേറ്റ് സിം കാർഡ് നൽകാനാണ് ആലോചന. കുട്ടികൾക്ക് മാനസിക പിന്തുണ നൽകാൻ 137 കൗൺസിലർമാർ. ദുരന്തമേഖലയിലെ കുട്ടികൾക്ക് മാനസിക പിന്തുണ ഉറപ്പാക്കുന്നതിന് 137 കൗൺസിലർമാരെ ആരോഗ്യവകുപ്പ് നിയമിച്ചു.
മാനസികാരോഗ്യ പ്രശ്നങ്ങൾ കണ്ടെത്തിയവരുടെ തുടർ കൗൺസിലിങ്ങിന് അതേ കൗൺസിലറുടെ സേവനം തന്നെ ഉറപ്പാക്കും. വീട് സന്ദർശനം നടത്തുന്ന സൈക്കോ സോഷ്യൽ ടീമിൽ ഫീൽഡ് തല സേവനം നടത്തുന്ന ജീവനക്കാരെയും ഉൾപ്പെടുത്തുമെന്നും മന്ത്രി വീണ ജോർജ് പറഞ്ഞു. പ്രധാന തിരച്ചിൽ മേഖലകളിൽ പെട്ടെന്ന് ആരോഗ്യ സേവനം ഉറപ്പാക്കുന്നതിന് മുണ്ടക്കൈയിലും ചൂരൽമലയിലെ ബെയിലി പാലത്തിനടുത്തും ആരോഗ്യവകുപ്പ് 2 പുതിയ ക്ലിനിക്കുകൾ കൂടി ആരംഭിച്ചു. ക്യാമ്പുകളിലുള്ള ഗർഭിണികൾക്ക് ഗൈനക്കോളജിസ്റ്റുകളുടെ സേവനം ഉറപ്പാക്കുകയും എല്ലാ ക്യാമ്പുകളിലും മുലയൂട്ടൽ കേന്ദ്രങ്ങൾ സജ്ജമാക്കുകയും ചെയ്തിട്ടുണ്ട്. മൃതദേഹങ്ങൾ സൂക്ഷിക്കാനായി 115 ഫ്രീസറുകൾ അധികമായുണ്ടെന്നും 147 ആംബുലൻസുകൾ സർവീസ് നടത്തുന്നുണ്ടെന്നും മന്ത്രി അറിയിച്ചു. മുന്നറിയിപ്പ് രീതികൾ പരിഷ്കരിക്കണമെന്ന് മുഖ്യമന്ത്രി. കുട്ടികളുടെ തുടർ പഠനം നിരീക്ഷിക്കാൻ മന്ത്രി എത്തും. കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന വിപത്തുകൾ സംബന്ധിച്ച മുന്നറിയിപ്പുകളുടെ രീതിയിൽ കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റം വരുത്താൻ എല്ലാവരും തയ്യാറാകണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശിച്ചു. ദുരന്തങ്ങളിൽ ഭൂരിഭാഗവും അതിതീവ്ര മഴയുമായി ബന്ധപ്പെട്ടതാണ്. ഇത് പലപ്പോഴും മുൻകൂട്ടി പ്രവചിക്കപ്പെടുന്നില്ല. തീവ്രമഴയുടെ പ്രവചനം മെച്ചപ്പെടുത്തുന്നതിന് കേരളത്തിന് അനുസൃതമായ മാതൃക വികസിപ്പിക്കാൻ കോട്ടയത്തെ കാലാവസ്ഥാ വ്യതിയാന പഠന കേന്ദ്രത്തോട് ആവശ്യപ്പെടും. ആവശ്യമായ ആൾശേഷിയും സൗകര്യങ്ങളും ലഭ്യമാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ദുരന്തമുണ്ടായ പ്രദേശത്തെ സ്കൂളുകളിലെ കുട്ടികളുടെ പഠനം പുനരാരംഭിക്കുന്നതിന് നേതൃത്വം നൽകാൻ വിദ്യാഭ്യാസ മന്ത്രി വയനാട്ടിലെത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സന്നദ്ധ പ്രവർത്തനത്തിന് രജിസ്ട്രേഷൻ വേണം. വയനാട്ടിലെ ദുരന്ത മേഖലയായ മുണ്ടക്കൈ, ചൂരൽമല എന്നിവിടങ്ങളിൽ സേവനത്തിനെത്തുന്ന സന്നദ്ധ പ്രവർത്തകർക്ക് രജിസ്ട്രേഷൻ നിർബന്ധമാക്കി. ഇന്ന് രാവിലെ 6:30 മുതൽ ചൂരൽമല കൺട്രോൾ റൂമിന് സമീപം റവന്യൂ വകുപ്പിൻ്റെ രജിസ്ട്രേഷൻ കൗണ്ടർ പ്രവർത്തിക്കും. രജിസ്റ്റർ ചെയ്യുന്നവരെ മാത്രമേ ദുരന്ത മേഖലയിലേക്കും കടത്തിവിടൂ. സംഘമായി എത്തുന്നവർ ടീം ലീഡറുടെ പേരും വിലാസവുമാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. കൊച്ചിയിൽ 1 മുതൽ 5% വരെ കര മുങ്ങിയേക്കുമെന്ന് പഠന റിപ്പോർട്ട്. കടൽ നിരപ്പ് ഉയരുന്നത് മൂലം 2040 ആകുമ്പോഴേക്കും മുംബൈ, ചെന്നൈ, പനജി നഗരങ്ങളിൽ 10%വും കൊച്ചിയിൽ 1 മുതൽ 5% വരെയും കരഭൂമി മുങ്ങിയേക്കുമെന്ന മുന്നറിയിപ്പുമായി വീണ്ടും പഠന റിപ്പോർട്ട്. കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്നാണ് കടൽ ജലനിരപ്പ് ഉയരുക. ബംഗളൂരു ആസ്ഥാനമായുള്ള സെൻറ്റർ ഫോർ സ്റ്റഡി ഓഫ് സയൻസ്, ടെക്നോളജി ആൻഡ് പോളിസി നടത്തിയ പഠനത്തിൽ മംഗളൂരു, വിശാഖപട്ടണം, ഉടുപ്പി, പുരി നഗരങ്ങളിലും 5% വരെ ഭൂമി വെള്ളത്തിനടിയിലായേക്കുമെന്ന് പറയുന്നു. തിരുവനന്തപുരം, കോഴിക്കോട് ഉൾപ്പെടെ 15 തീരദേശ നഗരങ്ങളിൽ നടത്തിയ പഠനത്തിൽ മുംബൈയിലാണ് ഭീഷണി കൂടുതലെന്നാണ് കണ്ടെത്തൽ. 1987-2021 കാലത്ത് സമുദ്രനിരപ്പ് ഏറ്റവും കൂടുതൽ ഉയർന്നത് മുംബൈയിലാണ്. മറ്റിടങ്ങളിൽ വിശാഖപട്ടണം 2.38 സെൻറ്റിമീറ്ററും, കൊച്ചിയിൽ 2.21 സെൻറ്റിമീറ്ററും, ചെന്നൈയിൽ 0.67 സെൻറ്റിമീറ്ററുമാണ് ഉയർച്ച. കാലാവസ്ഥാ വ്യതിയാനം, അന്തരീക്ഷ മലിനീകരണം എന്നിവയുടെ വിപത്ത് ചെറുതായിരിക്കില്ലെന്നും പഠനം ഓർമ്മിപ്പിക്കുന്നു. കക്ഷിഭേദമന്യേ ഒന്നിച്ചു നിൽക്കേണ്ട സമയമെന്ന MV ഗോവിന്ദൻ, എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ട സാഹചര്യമെന്ന് രമേശ് ചെന്നിത്തല. കക്ഷിരാഷ്ട്രീയത്തെ അടിസ്ഥാനമാക്കി ഭിന്നിക്കേണ്ട സമയമല്ല ഇതെന്നും എല്ലാവരും ചേർന്ന് ദുരിതാശ്വാസത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ ജോലി നിർവഹിക്കുകയാണ് നമ്മുടെ ചുമതലയെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. വയനാട്ടിലെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയാണ് വേണ്ടതെന്നും ദുരന്തബാധിതരെ കക്ഷിരാഷ്ട്രീയത്തിന് അതീതമായി എങ്ങനെ സഹായിക്കാമെന്നാണ് ചിന്തിക്കേണ്ടതെന്നും കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയതുമായി ബന്ധപ്പെട്ട് KPCC പ്രസിഡന്റ് K സുധാകരൻ്റെ പ്രസ്താവനയോടാണ് പ്രതികരണം. സംസ്ഥാനത്ത് 6 ദിവസം മഴ തുടരും. ഇന്ന് 6 ജില്ലകളിൽ യെല്ലോ അലർട്ട്. സംസ്ഥാനത്ത് 6 ദിവസം മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ്. ഇന്ന് 6 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എവിടെയും ഓറഞ്ച്, റെഡ് അലർട്ടുകൾ ഇല്ല. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, ഇടുക്കി, കോട്ടയം ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ടുള്ളത്. ഈ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. തിങ്കളാഴ്ച കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള തീരത്ത് ഇന്ന് രാത്രി 11:30 വരെ ഉയർന്ന തിരക്ക് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണമെന്നും മത്സ്യബന്ധന യാനങ്ങൾ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും ഒഴിവാക്കണമെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ശുഭദിനം. നന്ദി.